അയർലൻഡ് കിച്ചണുകളിൽ ഏറ്റവും വൃത്തികേടാക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക്കൽ ചിമ്മിനി അല്ലെങ്കിൽ ഹുഡ് എന്നൊക്കെ പറഞ്ഞത്. ഇതേപോലെ മുകളിൽ നിന്ന് അടിയിലോട്ട് ഒരു പൈപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പൈപ്പ് ട്യൂബ് പോലെ ഇറങ്ങി നിൽക്കും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റൗ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റൗ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് പുക എന്തായാലും മുകളിലോട്ട് ഒഴിവാക്കണം. അപ്പോൾ എന്തായാലും ഒരു ചിമ്മിനി എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് മാറ്റി ചിന്തിച്ചാലോ. നിങ്ങൾ തന്നെ പലതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്ന ഇതുകൾ, ഹുഡുകൾ, അതേപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ട് സ്റ്റൗവിന്റെ അകത്തോട്ട് വരുന്ന ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് വെക്കാൻ പറ്റില്ല. ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ട് വെക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അയർലൻഡ് കിച്ചണൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടിയിലോട്ട് പൈപ്പ് ഇട്ടിട്ട് പുറത്തോട്ട് തള്ളണം. അതായത് ആ പൈപ്പ് വേണ്ടത് 4 ഇഞ്ചാണ്. അതായത് 110 mm ആണ് വേണ്ടത്. ഓക്കെ, 110 mm പ്രത്യേകം ശ്രദ്ധിക്കുക. 110 mm ആണ് എല്ലാ കമ്പനികളും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ പൈപ്പ് ആദ്യം തന്നെ ഇട്ട് വെക്കുക. എല്ലാ ഇന്റീരിയറിന്റെ വർക്കും ടൈൽസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ചിമ്മിനി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സാധാരണ മുകളിലോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സീലിംഗിന്റെ ഉള്ളിലൂടെ എടുത്തിട്ട് പുറത്തോട്ട് കളയാൻ പറ്റും, അല്ലെങ്കിൽ അഡീഷണൽ സീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള കുക്ക് ടോപ്പുകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് പിന്നീട് പോസിബിൾ ആവില്ല. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളത് വരാം. ഇതിന് എങ്ങനെയാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ ഒരു മോട്ടർ വരുന്നുണ്ട്. എക്സോസ്റ്റ് ഫാൻ തന്നെയാണ്. ആ ഒരു മോട്ടർ വരുന്നുണ്ട്. അതിൽ നിന്ന് ഇവിടുന്ന് വലിച്ചെടുത്ത് സക്ക് ചെയ്തിട്ട് ഈ പുക കാര്യങ്ങളൊക്കെ സക്ക് ചെയ്തിട്ട് പുറത്തോട്ട് കളയുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 4-5 പൈപ്പാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ ഭാവിയിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല, ഭാവിയിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 4-5 പൈപ്പ് കണ്ടുവെക്കുക. അതേപോലെ തന്നെ പുറത്തോട്ട് പോയിട്ട് മണ്ണിലൊന്നും കൊണ്ടുവരരുത്. ഈ ജന്തുക്കളോ വെള്ളങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് കയറി വരാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നിങ്ങൾ സൈറ്റിനനുസരിച്ചുള്ള കാണേണ്ടതാണ്. ഇനി നമുക്ക് ചുമരിന്റെ അടുത്താണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. സാധാരണ ഈ കുക്ക് ടോപ്പും ഒഴിവാക്കി ചുമരിന്റെ അടുത്താണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് ചുമരിന്റെ അടുത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുറത്തോട്ട് തള്ളാൻ പറ്റും. അപ്പോഴും പുറത്തോട്ട് വരുന്ന ഭാഗം അപ്പുറത്ത് റൂമോ കാര്യങ്ങളാണോ എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തുക. എപ്പോഴും ഈ കാര്യം ഉറപ്പുവരുത്തുക. 4-5 പൈപ്പ് നമുക്ക് മിനിമം വേണം. ഒരുവിധം കമ്പനികളൊക്കെ ശുപാർശ ചെയ്യുന്ന 4-5 പൈപ്പാണ്. അപ്പോൾ 4-5 പൈപ്പ് നിങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് HVAC ഡിസൈനിങ് ആൻഡ് കൺസൾട്ടിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റിൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുള്ളൂ. താങ്ക്